രാജ്യത്തും പൊതുവെ കേരളത്തിലും ഇന്ന് വലിയ അട്ടിമറി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് KEN കുഞ്ഞഹമ്മദ്. നാവിക കലാപം ഇന്ത്യയുടെ അവസാന സ്വാതന്ത്ര്യ സമരം എന്ന സെമിനാർ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KEN. നാവിക കലാപത്തിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് ഡെമോക്രാറ്റിക് അലയൻസ് ഓഫ് റിട്ടയേർഡ് സോൾജേഴ്സ് ഓഫ് ഇന്ത്യ സെമിനാർ നാവിക കലാപം ഇന്ത്യയുടെ അവസാന സ്വാതന്ത്ര്യ സമരം നടത്തി. KEN കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മൾ വലിയൊരു അട്ടിമറി നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളി സമൂഹത്തിലും ആ അട്ടിമറിയുടെ അനുരണനങ്ങൾ കാതോർത്താൽ കേൾക്കാൻ കഴിയും. ആ അട്ടിമറി എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം, നമ്മൾ കാഴ്ചകളുടെ കൊഴുത്ത കാഴ്ചകളുടെ ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ജനായത്ത കാഴ്ചപ്പാടുകൾ വളരെ മെലിഞ്ഞ് ഒരുപക്ഷെ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം ചിലരുടെ കാര്യത്തിൽ കാണാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. ചിലരുടെ കാര്യത്തിലാകട്ടെ തീരെ കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇപ്പം നമ്മൾ കാഴ്ച കുറഞ്ഞാൽ സാധാരണ കണ്ണട വെക്കും. എന്നാൽ കാഴ്ചപ്പാട് ജനായത്ത വിരുദ്ധ പാതയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അത് നേരെയാക്കാൻ നമ്മൾ ഇപ്പോൾ വെക്കുന്ന കണ്ണട അപര്യാപ്തമാണ്. അവിടെയാണ് സിസക്കൊക്കെ പറയുന്ന പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് സിസക്ക് പറയുന്നത് ധരിച്ചിട്ടില്ലെന്നറിയാത്ത കണ്ണടയാണ്. നമ്മൾ വെക്കാത്ത കണ്ണട, നമ്മൾ ധരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിയാത്തൊരു കണ്ണട. ആ കണ്ണട മുഴുവൻ മനുഷ്യരും പിറവിയിൽ തന്നെ വെച്ച് തുടങ്ങുന്നുണ്ട്. പിറവി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കുഞ്ഞു പിറക്കുമ്പോൾ എന്നുള്ള അർത്ഥത്തിലല്ല, മനുഷ്യ സമൂഹം രൂപപ്പെടുമ്പോൾ തന്നെ. MK രമേശ് രചിച്ച നാവിക കലാപം സംസ്കൃത ചരിത്രത്തിന് ഒരു പുനർവായന എന്ന പുസ്തകം KEN പ്രകാശനം ചെയ്തു. ഡോക്ടർ K ഗോപകുമാർ ഏറ്റുവാങ്ങി. M ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സുരാജ് പാലയാട്ട്, ഡെമോക്രാറ്റിക് അലയൻസ് ഓഫ് റിട്ടയേർഡ് സോൾജേഴ്സ് ഓഫ് ഇന്ത്യ ജില്ലാ പ്രസിഡന്റ് P പ്രേമരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡോക്ടർ PA ലളിത സ്മാരക പുരസ്കാരം